ഹാൻഡ് പിക്ഡ് ആയിട്ട് സിൽക്കി കോട്ട ഫാബ്രിക്കിലെ എംബ്രോയ്ഡറിയും ബ്ലോക്ക് പ്രിന്റ് ചെയ്തിട്ടുള്ള സൽവാർ സെറ്റാണ് നമ്മൾ കാണുന്നത്. ഇത് നമുക്ക് നല്ലൊരു ഗ്രീൻ ആൻഡ് ലാവൻഡർ ടോണിലും എംബ്രോയ്ഡറി ചെയ്ത് വരുന്ന ഒരു സെറ്റാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ലാവൻഡർ കളറിൽ ഫുള്ളായിട്ടും ബ്ലോക്ക് പ്രിന്റ് വരും. ലാസ്റ്റ് നമുക്ക് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ തന്നെ എംബ്രോയ്ഡറിയും ക്രോഷ്യോ വർക്കും ചെയ്തിട്ടുള്ള സൽവാർ സെറ്റാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് പാറ്റേൺ നമുക്ക് വരുമ്പോഴത്തേക്ക് നല്ലൊരു ലൈറ്റ് പിങ്ക് ടോണിലാണ് ഈ സെറ്റ് വരുന്നത്. അതിൽ ഫുള്ളായിട്ടും നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. യോക്ക് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാണ് യോക്ക് പാറ്റേൺ വന്നേക്കുന്നത്. അതിൽ നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. എംബ്രോയ്ഡറിയും ക്രോഷ്യോയുടെ ആ ഒരു ലേസും 4 സൈഡിലും നമുക്ക് ഈ ഒരു ബോർഡർ കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷൻ വരുമ്പോൾ കണ്ടോ ആ ഒരു കോട്ട ഫാബ്രിക്കിലെ എംബ്രോയ്ഡറി ചെയ്ത് ക്രോഷ്യോയുടെ ലേസുമാണ് വരുന്നത്. ഇതാണ് പാറ്റേൺ. ഫ്രണ്ടിൽ നമുക്ക് പാനൽ പോലെയാണ് വന്നേക്കുന്നത്. ബാക്ക് സൈഡ് സെയിം ഇതുപോലെ തന്നെ പാനൽ പോലെ ലൈറ്റ് ഒരു പിങ്ക് ടോണിലാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ സെയിം നമ്മളിപ്പോൾ ആ സ്ലീവ് പോർഷനിൽ കണ്ട പോലെ തന്നെ ഫുള്ളായിട്ടും എംബ്രോയ്ഡറിയും അതുപോലെ ക്രോഷ്യോയുടെ ആ ഒരു ലേസും കൂടെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തത്. സിമ്പിൾ ആയിട്ടുള്ളൊരു സൽവാർ സെറ്റാണ്. ബോട്ടം വരുമ്പോൾ കോട്ടൺ സിൽക്കിൻ്റെ പ്ലെയിൻ ബോട്ടമാണ് പെയർ. സെക്കൻഡ് പാറ്റേൺ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ തന്നെ ബോട്ടിൽ ഗ്രീനും ലാവൻഡർ കളർ കോമ്പിനേഷനിൽ വരും. അതുപോലെ സൈഡിൽ നമുക്ക് സ്ലീവിലും സെയിം യോക്കിൽ കണ്ട ആ ഒരു വർക്ക് തന്നെയാണ് ചെയ്തേക്കുന്നത്. ബോട്ടിൽ ഗ്രീൻ ആൻഡ് ലാവൻഡർ കളർ കോമ്പിനേഷനാണ് സൽവാർ സെറ്റ് വന്നേക്കുന്നത്. ദുപ്പട്ട വരുമ്പോഴും ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ടുള്ള ലാവൻഡർ കളറുള്ള കോട്ടൺ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. ലൈറ്റ് ലാവൻഡർ ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ ഫുള്ളായിട്ട് ബ്ലോക്ക് പ്രിൻ്റ് ആണ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ദുപ്പട്ടയിൽ ഫുൾ ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ബോട്ടം നമുക്ക് ബ്ലൂ കളറുള്ള പ്ലെയിൻ ആയിട്ടുള്ള കോട്ടൺ ബോട്ടം ആണ് കൊടുത്തേക്കുന്നത്.